പ്പെടുത്തുന്നത് ഏതാണ്ട് 200-ൽ അധികം ആളുകളെ 206-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നിലവിൽ തിരിച്ചറിയൽ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 206 എന്ന കണക്കിലേക്ക് എത്തുന്നത്. അത് ഒരു പക്ഷേ ഇനിയും ഉയർന്നേക്കാം. കാണാതായവരുടെ പട്ടിക, പേര് വിവരങ്ങളും മറ്റ് വിവരങ്ങളുമൊക്കെ ഇനിയും കൂടുതൽ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് അധികൃതർ തന്നെ അറിയിച്ചിട്ടുള്ള സാഹചര്യം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടാകാം, മരണപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിനിടെയാണ് മറ്റു ചില ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി എന്ന വാർത്തയും പുറത്തു വരുന്നത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ധനസഹായവും എത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആണ് ആളുകൾ സംഭാവന ചെയ്യുന്നത്. ഇതിനിടയിലാണ് പടവെട്ടിക്കുന്നിൽ നിന്ന് ജോൺ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുന്നത്. അതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെ ഒരു അപകട മേഖല അല്ലെങ്കിൽ അപകടം ബാധിച്ചിട്ടില്ല എന്നാണ്. അപ്പോഴും കൂടുതൽ സാങ്കേതികമായി അറിയാൻ സാധിക്കുക ആ ഭൂപ്രദേശം ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെയാണോ, ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ടോ, ഉരുൾപൊട്ടലിന് ഉള്ള സാധ്യതയുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പലപ്പോഴും ഈ മുന്നറിയിപ്പുകൾ നൽകിയാൽ പോലും അവിടെ നിന്ന് ആളുകൾ മാറാൻ തയ്യാറാകാത്ത സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ മാറാൻ തയ്യാറാകാതെ ഇരുന്നവർ ആണോ ഇപ്പോൾ ഈ സൈന്യം ഇടപെട്ട് മാറ്റിയിട്ടുള്ളത് എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സ്ഥിരീകരണം എന്നത് പടവെട്ടിക്കുന്നിൽ നിന്ന് 4 പേരെ കൂടി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഇവർ ഒറ്റപ്പെട്ടു പോയതാണ്. ഇവർക്ക് ആശയവിനിമയം, ടെലിഫോൺ ഒക്കെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫോണിലൂടെ ബന്ധപ്പെടാൻ സാധിക്കാതെ പോയതാണോ, ഒറ്റപ്പെട്ടു പോയതാണോ, അതെയോ അവിടെ നിന്ന് മാറി നിൽക്കാൻ വിമുഖത കാണിച്ചവരാണോ എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. വെള്ളാർമല വില്ലേജിൽ ഉരുൾപൊട്ടലിൽ കടപുഴകിയെത്തിയ വൻമരങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കാപ്പിത്തോട്ടമായിരുന്നു 2.5 ഏക്കർ പ്രദേശത്ത് ആണ്. സ്വന്തം വീട് നഷ്ടമായതിനേക്കാൾ പരിപാലിച്ചു വന്ന കൃഷിത്തോട്ടം ഇല്ലാതായതിലുള്ള വേദനയാണ് സ്ഥലം ഉടമ അണ്ണയ്യൻ ന്യൂസ് 18നോട് പങ്കുവച്ചത്. ഈ ഉരുൾപൊട്ടലിന്റെ ഒരു ഭീകര കാഴ്ച ഈ വെള്ളാർമല വില്ലേജിന്റെ പരിസരത്താണുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊന്നും തന്നെ ഇന്ന് കാണാനില്ല. വലിയ മരങ്ങള്, വൻ മരങ്ങള് മൂടോടെ കടപുഴകി ഇവിടേക്ക് ഒഴുകിയെത്തി ഈ ഒരു നാടിനെ ഒന്നാകെ മറച്ച അവസ്ഥയാണുള്ളത്. ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുന്നത് അണ്ണയ്യൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ ആയിരുന്നു അല്ലെ? അതെ, എന്റെ വീട് ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വീട് മാത്രമുള്ള ഒരു ഓടിട്ട വീട്. ആ വീട് പരിപൂർണമായി ഇവിടുന്ന് തകർന്നു. ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം 6-7 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് വിട്ടു. പെങ്ങളെ ചേച്ചിയുടെ വീട്ടിൽ പോയി താമസിച്ചു. ഈ വീട്ടുകാരത്തൊക്കെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ പറഞ്ഞ് എല്ലായിടത്തും ഇവിടുന്ന് പോകണം, ഇവിടെ നമുക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞു.